ചികിത്സാ ബില്ലായി നൽകേണ്ടിയിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയിൽ ഉയറി പ്രിയപ്പെട്ടവന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയാതെ വിഷമിച്ച മലയാളി കുടുംബത്തിന് ആശ്വാസമായി സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് വിവിധ പ്രവാസി സംഘടനകളുടെ സഹായത്തോടെ കാഞ്ഞങ്ങാട് അത്തിക്കോത്ത് സ്വദേശിയായ വേണുഗോപാലിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ബന്ധുവും കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലറുമായ സീമയാണ് സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ ഈ വിവരം പരസ്യമാക്കിയത്. കഴിഞ്ഞ മാർച്ച് 15-നാണ് ഹൃദയാഘാതത്തെയും പക്ഷാഘാതത്തെയും തുടർന്ന് വേണുഗോപാലിനെ ഷാർജയിൽ ബുർജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. നീണ്ട ചികിത്സക്കൊടുവിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്നാൽ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തതിനാൽ ഏകദേശം 75 ലക്ഷം രൂപ, അതായത് 3 ലക്ഷം ദിർഹം ആയിരുന്നു ആശുപത്രി ബില്ല്. തുക കുറക്കണമെന്ന് അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ അത് 2.17 ലക്ഷം ദിർഹമാക്കി കുറച്ചെങ്കിലും ആ തുക കണ്ടെത്താനും ആ കുടുംബത്തിന് കഴിയുമായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ സീമയുടെയും ബന്ധുക്കളുടെ അഭ്യർത്ഥന പ്രകാരം മുസ്ലിം ലീഗ് നേതാക്കൾ ഇടപെടുന്നത്. സന്ദീപ് വാര്യരുടെ നിർദ്ദേശപ്രകാരം KMCC നേതാക്കളെയും തുടർന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും കുടുംബം നേരിൽ കണ്ടു സങ്കടം അറിയിച്ചു. വിവരമറിഞ്ഞ ഉടൻ തന്നെ സാദിഖ് അലി തങ്ങൾ ആശുപത്രി ഉടമ ഡോക്ടർ ഷംസീർ വയലുമായി രാജ്യസഭാ അംഗം ഹാരിസ് ബീരാനുമായി ബന്ധപ്പെട്ടു. കുടുംബത്തിന്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കിയ ഷംസീർ വയലിൽ അടക്കേണ്ടിയിരുന്ന 2,15,000 ദിർഹം എന്ന തുക വെറും 40,000 ദിർഹമാക്കി ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചുരുക്കി നൽകി. ബാക്കി തുക കണ്ടെത്താൻ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ, തണൽ വെൽഫെയർ അസോസിയേഷൻ തുടങ്ങി 13ഓളം സംഘടനകൾ മുന്നിട്ടിറങ്ങി. നാരായണൻ നായർ, ചന്ദ്രമുരളീധരൻ തുടങ്ങിയവർ നിയമപരമായ സഹായങ്ങൾ നൽകി. KMCCയുടെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി. സത്യത്തിൽ മനുഷ്യത്വം കാണാൻ കഴിയുന്നത് ഇവിടെയാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മളെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന ജനതയ്ക്ക് ആദരണീയ തങ്ങൾ പറഞ്ഞപ്പോൾ 1/2 കോടിയോളം രൂപ ഇളവ് ചെയ്യാൻ തയ്യാറായ ഷംസീർ വയലിന്റെയും മനുഷ്യത്വപൂർണ്ണമായ ഇടപെടൽ നമ്മിൽ ചിലർ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കെട്ടിയോർത്തുന്ന ജാതി മത രാഷ്ട്രീയ സങ്കുചിതത്വത്തിന്റെ മതിലുകളെ ഭേദിക്കാൻ വിതക്കുന്ന വിദ്വേഷത്തിന്റെ കനലുകൾ ഊതിക്കെടുത്താനും പര്യാപ്തമാണ്. ഇതിനായി പരിശ്രമിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു എന്നും മഹത്വം നിറഞ്ഞ ഈ സേവനത്തെ കുറിച്ചുള്ള ഈ കുറിപ്പ് നമ്മിൽ ചിലരുടെ ഹൃദയത്തെ ബാധിച്ച അന്ധത മാറ്റാൻ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന് സീമ ഫേസ്ബുക്കിൽ കുറിച്ചു.